ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ റെഡിയാക്കാൻ പോണത്. അര കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മൈദ, 1 ടീസ്പൂൺ കടലമാവ്, ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂൺ നെയ്യ്. ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ പാകത്തിന് കുഴച്ചെടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഫില്ലിങ് റെഡിയാക്കണം, അതുവരെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഒരച്ച് ശർക്കര എടുത്തിട്ടുണ്ട്, അത് 1/4 കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുക്കും. ശർക്കര ഉരുകി കിട്ടി, ഇത് മാറ്റിയിട്ട് വേറെ ഒരു പാൻ വയ്ക്കാം. ശർക്കര പാനി അരിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ നാളികേരമാണ് ചേർക്കണം. നല്ലോണം മിക്സ് ചെയ്ത് ഈ ശർക്കരപ്പാനി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ശർക്കരപ്പാനി കുറച്ച് ഡ്രൈ ആകുമ്പോഴേക്കും 1/4 കപ്പ് അവിലെടുത്തിട്ടുണ്ട്, ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ശർക്കരപ്പാനി ഡ്രൈ ആവാൻ തുടങ്ങി. ഈ സമയത്ത് നമ്മൾ പൊടിച്ചെടുത്ത് അവിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഒരു നുള്ളു ഉപ്പ് ചേർക്കാം, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ മിക്സ് ഡ്രൈ ആയി, ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. റെഡിയാക്കി വെച്ച മിക്സ് തണുത്തൂട്ടാൽ ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കാം. ചെറിയ ബോൾസ് ആക്കാനേ പാടുള്ളൂ കേട്ടോ. ഈ വലിപ്പത്തിലാണ് ഓരോ ബോൾസും ആക്കേണ്ടത്. ബോൾസൊക്കെ റെഡിയാക്കി എടുത്തു. ഇനി നമ്മൾ മാറ്റി വെച്ചേക്കണം മാവ് നോക്കാം. ഒന്നും കൂടി മാവ് ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇതും നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഈ വലിപ്പത്തിനാണ് കേട്ടോ ഓരോ ബോൾസ് ആക്കി എടുക്കേണ്ടത്. മാവും ബോൾസ് ആക്കി എടുത്തു, ഇത് മാറ്റി വയ്ക്കാം. ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് മൈദാമാവ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ഒരു ബോൾസ് എടുക്കുക. ഒന്ന് ജസ്റ്റ് കയ്യിലൊന്ന് നീളനെ പരത്ത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. മൈദയ്ക്ക് പകരം ഗോതമ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാട്ടോ. നീളനെ ഒന്ന് പരത്തിയെടുക്കാം, ഒരുപാട് കട്ടി കൂടണ്ട. നീളനെ പരത്തിയെടുത്തു. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന അവിലിൻ്റെയും ശർക്കരയുടെയും ഒക്കെ മിക്സ് ഇല്ലേ, അത് ഈ അറ്റത്തുനിന്ന് കുറച്ച് മുകളിൽ വെക്കണം കേട്ടോ. എന്നിട്ട് ഈ അറ്റത്തുനിന്ന് മാവെടുത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. അതുപോലെ ഈ അറ്റം ബാലൻസ് വരുമല്ലോ, അതും ഇങ്ങനെ വെച്ച് കൊടുക്കുക. രണ്ടറ്റത്തും കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുപ്പിച്ച് വരയ്ക്കുക. മുകളിലും കുറച്ച് ഗ്യാപ്പ് വിടണം കേട്ടോ. അടുപ്പിച്ച് അങ്ങോട്ട് വരച്ച് കൊടുക്കാം. നമുക്ക് ഈ അറ്റത്തും കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവണം. നമുക്കിത് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്ത് വരുമ്പോൾ ഈ അറ്റത്ത് വരുന്ന ബാലൻസ് കൈയോടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കണേ. അവസാനം ഈ അറ്റത്ത് എത്തുമ്പോൾ ഈ അറ്റ ഭാഗം ഇങ്ങനെ എടുത്ത് ഈ ബോൾസിൻ്റെ മുകളിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ അറ്റം ഇങ്ങനെ വെച്ച് ഒന്ന് പ്രസ് ചെയ്യുക. 2 ഭാഗം പ്രസ് ചെയ്തതിന് ശേഷം കൈ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം. അതിന് ശേഷം കൈ വെച്ച് ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുത്തു കൈ വെച്ച്. അപ്പം നമ്മൾ വരച്ച വരയൊക്കെ സൈഡിലുണ്ട്. ഒരുപാട് അമർത്തിയിട്ട് ഷേപ്പാക്കരുത് കേട്ടോ, അപ്പോൾ ഈ വരയൊക്കെ അങ്ങനെ യോജിച്ച് പോവും. ജസ്റ്റ് ഒന്ന് ഇതാക്കുക. ഇതുപോലെ എല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ എല്ലാം ഷേപ്പാക്കി എടുത്തു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ കുറേശ്ശെ ചൂടാവുമ്പോൾ തന്നെ നമുക്ക് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരുപാട് ഹീറ്റായത് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എണ്ണയിൽ ചെറിയ ചെറിയ ബബിൾസാണ് വരുന്നത്, അതുപോലെ കേട്ടോ വരേണ്ടത്. ഇനി നമുക്ക് ചൂടായ എണ്ണ ഒരു സ്പൂണിൽ കോരി എല്ലാറ്റിൻ്റെയും മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഹീറ്റിൽ വെച്ച് ചെയ്താൽ മതി. എല്ലാറ്റിൻ്റെയും മുകളിൽ ഒഴിച്ചതിന് ശേഷം മീഡിയം ഹീറ്റിൽ വെച്ച് തിരിച്ചും മറിച്ചുവിട്ട് ബ്രൗൺ കളറാക്കി എടുക്കണം. അതുപോലെ ഒരു സ്പൂൺ വെച്ച് നമുക്ക് ഫസ്റ്റൊക്കെ തിരിച്ചിടുക. അതിൻ്റെ ശേഷം വേണ്ടിയിട്ട് ചട്ടുകൊക്കെ വെച്ച് ഇളക്കണത്. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് നല്ലോണം ഫ്രൈ എടുത്തുവിട്ടാൽ ഇത്രയ്ക്കും കളർ മാറണം, എന്നാലും ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ സൗണ്ടിൽ കുറച്ച് ഡിസ്റ്റർബൻസ് വരും കേട്ടോ. പുറത്ത് നല്ല മഴ ഉണ്ട്, നമുക്ക് എണ്ണയിൽ കോരി മാറ്റാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തുട്ടാ. ഇതിലായിട്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.